എവ്രിവൺ, നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു കൈൻഡ് ഓഫ് ക്രെയിൻ ആണ്. സൈബേറിയൻ ക്രെയിൻ ആണ്, അറിയില്ല. നല്ല റെഡ് കളറ് എന്തോ അതിൻ്റെ ഹെഡിൻ്റെ അവിടെ വന്നിട്ട് ബോഡി മുഴുവൻ ബ്ലാക്ക് കളറും പിന്നെ അതിൻ്റെ വിങ്സിൻ്റെ അവിടെ കുറച്ച് വൈറ്റ് പാച്ചസും ഉള്ള ഒരു കൈൻഡ് ഓഫ് ക്രെയിൻ ആണ്. ഇവിടെ ഇപ്പം രണ്ടെണ്ണം മേളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കാവോ? അതതിൻ്റെ കുഞ്ഞുങ്ങളാ. ഇത് രണ്ടും കുഞ്ഞുങ്ങളാ. ആ ആ നല്ല സൈസ് ഉണ്ടല്ലോ. ആ സൈസ് വരും. ഒരാൾ ആ മരത്തിൻ്റെ താഴെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണുന്നില്ല. പക്ഷെ അതതിൻ്റെ അമ്മയാ. പക്ഷെ എന്ത് ചെയ്ത് പറക്കുന്നതാണ്. നല്ല രസം, നല്ല ഏറിയ എടുത്താണ് അത് പറക്കുന്നത്. എന്നിനി പ്രാവെല്ലാം കൂടെ പോകുന്നതെന്ന് അത് ആലോചിക്കും. പക്ഷെ താഴെ ഇരുന്നതിനെ കാണുന്നില്ലല്ലോ. അവിടെ കണ്ട് ഇരിക്കുന്നു. വന്ന് ഇരുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാം. അത് അലയ്ക്കോ ഇനി എന്തെങ്കിലും കൊണ്ടു കൊടുക്കണ്ട. അമ്മയുടെ ഉത്തരവാദിത്വം. അത് അമ്മക്കിളിയാണ്. അമ്മയും രണ്ട് പിള്ളേരുമാണ്. ആ ഞാൻ്റെ അപ്പച്ചനും കൊച്ചുമാണ്. എന്തോ വലിയൊരു പാക്കറ്റുമായിട്ടൊക്കെയാണ് സ്വാമിക്ക് കൊടുക്കാനാണ്. സ്വാമിക്ക് കൊടുക്കാനാണ്. എനിക്ക് തോന്നുന്നല്ല, അവൻ പ്രാവിന് ഫുഡ് കണ്ടു കൊടുക്കുവാന്നാണ്. ഞാൻ അത് താഴോട്ട് പോകുന്ന കൊച്ചിടുന്നതാണ്. ഞങ്ങൾക്കും പോയി കഴിക്കാനായിരിക്കും. ഞങ്ങൾക്കൂടെ കിട്ടുമോ എന്നുള്ളതാണ്. ഇത് പറക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷെ ഇത് പറക്കും. അതിവിടെ റെസ്റ്റ് എടുക്കാൻ വന്നാണ്. പറക്കുമ്പോൾ എടുക്കാം. ഇനിയല്ല, ഇനി അങ്ങനെ നോക്കിയാണ്. ഇവിടെ പോസ് ചെയ്താൽ അയ്യോ, ഒരാളെന്ന് പറഞ്ഞല്ലോ, മറ്റേയാളെന്താ പറക്കാൻ? ഇപ്പൊ പറക്കും. ഇങ്ങോട്ട് വന്നു. അവിടെ കണ്ട് പോയിരുന്നില്ലേ? എവിടെ? മരത്തെ. ഇതെന്താ പറക്കാത്ത? ഇത് കുറച്ച് വൻസാറിനുള്ളതാണ്. ഇച്ചിരിയും കൂടെ മേളിലോട്ട്. അവിടെ പോയി ഇരുന്ന എന്തി? അതാണ്. ഇത് അനുസരണം, നല്ല അനുസരണം പറക്കുന്നത്. പേടിയുണ്ട്. പക്ഷേ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ എൻ്റെ പേടിയാ പറക്കാൻ. അമ്മ എന്ത് ചെയ്യണ്ടേ? എന്തേലും കിട്ടണ്ടേ അല്ലേ? പ്രാവെല്ലാം പറക്കും താഴെ. ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ കരയാതെ ഞാനിവിടെ ഉണ്ടെന്ന് പറയാം. ഓ, എന്തൊരു ശരി, എന്തൊരു എൻ്റെ അമ്മയാണോ വരുന്നത്? ഓ, അമ്മ വന്നപ്പോൾ അങ്ങോട്ട് വരണം. അമ്മ വന്നോ? 3 പേരുണ്ട് അവിടെ. അതിനൊട്ടും ബാലൻസ് കിട്ടുന്നില്ല. അത് അങ്ങോട്ട് പോയിരുന്നു, ഇങ്ങോട്ട്